ഡ്രോൺ ഉപയോഗത്തിന് പുതിയ നിബന്ധനകൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഒമാൻ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇതോടെ ഡ്രോൺ രജിസ്ട്രേഷന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സംവിധാനം ഏർപ്പെടുത്തുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ഒമാൻ മാറിയിരിക്കുകയാണ്. ഡ്രോൺ ഉപയോഗിക്കുന്നവരുടെ രജിസ്ട്രേഷനായി സർബ് പ്ലാറ്റ്ഫോം അടുത്തിടെയാണ് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം ഡ്രോൺ ഉപയോഗത്തെ കൂടുതൽ സുരക്ഷിതമാക്കുക എന്നതാണ്. ഇനി മുതൽ വിനോദ ആവശ്യങ്ങൾക്കുൾപ്പെടെ ഡ്രോണുകൾ ഉപയോഗിക്കുന്നവർ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടത് നിർബന്ധമാണ്. ഇതുവഴി ലൈസൻസ് കൈവരിക്കാനും സാധിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇനി ഡ്രോണുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും സർബ് പ്ലാറ്റ്ഫോമിലെ രജിസ്ട്രേഷൻ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. 1 വർഷത്തേക്കായിരിക്കും ലൈസൻസ് നൽകുക. മാത്രമല്ല, അപേക്ഷകന് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ലൈസൻസ് ഇല്ലാതെ ഡ്രോൺ പറത്തിയാൽ 500 റിയാൽ പിഴയടക്കേണ്ടി വരും. രാജ്യത്ത് സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഡ്രോണുകൾ ഉപയോഗിച്ചാൽ 600 ഒമാനി റിയാൽ വരെ പിഴയൊടുക്കേണ്ടി വരും. സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അനുമതിയില്ലാതെ ഡ്രോണുകളോ അവയുടെ ഭാഗങ്ങളോ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുകയോ നിർമ്മിക്കുകയോ ചെയ്യുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഒമാനിൽ വാണിജ്യാവശ്യങ്ങൾക്കോ സർക്കാർ പദ്ധതികൾക്കോ ഡ്രോണുകൾ ഉപയോഗിക്കുന്നവർ സിവിൽ ഏവിയേഷൻ വിഭാഗം അംഗീകരിച്ച ഏതെങ്കിലും ട്രെയിനിങ് സെന്ററുകളിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നേടിയെടുക്കണം എന്നതും നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ 250 ഗ്രാമിൽ കൂടുതൽ ഭാരമില്ലാത്ത ചിത്രമെടുക്കുന്ന ഉപകരണമോ ഡേറ്റ ശേഖരണത്തിനുള്ള സെർവറുകളോ ഇല്ലാത്തവയും ഇതേ സവിശേഷതകളുള്ള കളിപ്പാട്ട ഡ്രോണുകളും കെട്ടിടത്തിനകത്ത് ഉപയോഗിക്കാനും അനുമതി വേണ്ട.